നമസ്കാരം. കുളി എന്നത് വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗമാണ്. എന്നാൽ കുളിക്കുമ്പോൾ നാം ചെയ്യുന്നതും കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതുമായ ചില തെറ്റുകളുണ്ട്. പലപ്പോഴും ഇവയെ സാധാരണമായി നാം കണക്കാക്കാറില്ല എങ്കിലും വാസ്തുപരമായി കണക്കാക്കുമ്പോൾ ഇതല്പം പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വാസ്തുവിന്റെ കണക്ക് പ്രകാരം നാം കുളി കഴിഞ്ഞതിന് ശേഷം കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട്. ഇവ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പലർക്കും അറിവുള്ളതല്ല. വാസ്തുപ്രകാരം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നാം ചെയ്യുന്ന 5 തെറ്റുകൾ നമുക്ക് ധനപരമായ നഷ്ടവും ദാരിദ്ര്യവും ഉണ്ടാക്കും എന്നാണ് പറയുക. അതിനാൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ പല കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നതിന് കാരണമായി തീരാം. നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല എങ്കിൽ പോലും പലപ്പോഴും ഇത് വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതുമാണ്. എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദൈനംദിന ശീലത്തിന്റെ ഭാഗമായ കുളി എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എന്നാൽ കുളിച്ചതിന് ശേഷം നാം ആവർത്തിക്കുന്ന തെറ്റുകൾ നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കും എന്നതാണ്. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇനി പറയുന്ന തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇവയെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കുളി കഴിഞ്ഞതിന് ശേഷം പ്രധാനമായും ചില വ്യക്തികൾ ചിലർ ചെയ്യുന്നതായ ഒരു തെറ്റാണ് വസ്ത്രങ്ങൾ കഴുകുക എന്ന കാര്യം. എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. കുളിച്ചതിന് ശേഷം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പോസിറ്റീവായ ഊർജം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ് അത്. അതിനാൽ കുളിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം വസ്ത്രങ്ങൾ അലക്കേണ്ടത് അനിവാര്യമാണ്. ആരെങ്കിലും ഇപ്രകാരം ചെയ്യുന്നു എങ്കിൽ ഇനി മുതൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾ കുളിക്കുവാൻ പാടൂ. കുളിച്ചതിന് ശേഷം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകുന്നത് അത് നിങ്ങൾക്ക് അശുദ്ധിയാണ്, അഥവാ ശരീരത്തിന് അശുദ്ധിയാണ് നൽകുക എന്നാണ് പറയുക. ഇത് സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം. അതിനാൽ തന്നെ അന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല. പല വിധത്തിലും ദേഷ്യം, അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. കലഹങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം നിങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം. നനഞ്ഞ വസ്ത്രങ്ങൾ പലരും കുളിമുറിയിൽ വയ്ക്കുന്നവരാണ്. എന്നാൽ ഒരിക്കലും വസ്ത്രം ധരിച്ച് കുളിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇത്തരത്തിൽ ചെയ്താൽ തന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ കുളിമുറിയിൽ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ ചില ശീലങ്ങൾ പലരിലുമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഈ ശീലം പൂർണ്ണമായും മാറ്റുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ചെയ്യുന്നത് സൂര്യദേവൻ നിങ്ങളോട് കോപിക്കുന്നതിന് കാരണമായി തീരുന്നു എന്നാണ് വാസ്തുപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുക. വാസ്തുപ്രകാരം ഇത് ചെയ്യുന്നത് ദാരിദ്ര്യ ദുഃഖം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് കാരണമായി തീരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ നനഞ്ഞതായ വസ്ത്രങ്ങൾ മുറിയിൽ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. ആ വസ്ത്രങ്ങൾ അലക്കിയിടേണ്ടത് അനിവാര്യമാണ്. അതിനുശേഷം നിങ്ങൾ കുളിക്കുക. നെഗറ്റീവായ ഫലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അന്നേ ദിവസം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ, ശരിയായ രീതിയിൽ ചിന്തിക്കാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കണം എന്നില്ല. ദുഃഖങ്ങളോ മറ്റു വിഷമങ്ങളോ അല്ലെങ്കിൽ തിരിച്ചടികളോ പല വിധത്തിലും മനസ്സിന് വിഷമകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബാത്റൂം എപ്പോഴും ഉപയോഗശേഷം അടച്ചിടണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അതല്ല എങ്കിൽ
അത് കടബാധ്യതകൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. ആ വീടുകളിൽ നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിക്കുന്നതിനും പോസിറ്റീവ് ഊർജത്തിന്റെ കാര്യങ്ങൾ, പോസിറ്റീവായ ഊർജം കുറയുന്നതിനും കാരണമായി തീരും. അതിനാൽ ഒരിക്കലും ബാത്റൂം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അടച്ചിടാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കുളിക്കുമ്പോൾ ദേഹത്ത് ഒരു തുണിയെങ്കിലും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അത് പിതൃക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾക്ക് കാരണമായി തീരാം. അതിനാൽ കുളിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ കുളിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കുളിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരല്പം ഉപ്പിട്ട് കുളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതായത് നിങ്ങൾ കുളിക്കുന്നതായ ജലത്തിൽ അല്പം ഉപ്പിട്ടതിന് ശേഷം കുളിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. മേല് ഇപ്രകാരം കഴുകുന്നത് പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം കുറയുന്നതിനും സഹായകരമായി തീരും. അതിനാൽ ഈ കാര്യത്തിന് പ്രാധാന്യം നൽകണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീകൾ മഞ്ഞൾ ഒരു നുള്ളിട്ട് കുളിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ചും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമായി തീരും. നിത്യവും ഇപ്രകാരം കുളിക്കുന്നത് പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരമാണ്. ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ, ജോലി ചെയ്യുവാൻ സാധിക്കും. ചിന്തിക്കാനും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ പല രീതിയിലും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ആവശ്യമില്ലാത്തതായ വസ്തുക്കൾ ഒരിക്കലും ബാത്റൂമിൽ നിങ്ങൾ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ഇപ്രകാരം സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായി തീരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായി നിന്ന് കുളിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ ഈ കാര്യം നിത്യവും ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായി നിന്ന് കുളിക്കുക. ബാക്കി വരുന്നതായ ജലം, ബക്കറ്റിൽ ബാക്കി വരുന്നതായ ജലം ഒരിക്കലും നിങ്ങൾ ബാക്കി വയ്ക്കുവാൻ പാടുള്ളതല്ല. ചെയ്യേണ്ടതായ കാര്യം അത് കമഴ്ത്തി കളയുക എന്നതാണ്. അത് രാഹുവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾക്ക് കാരണമായി തീരാം. അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. അതിനാൽ നിത്യവും ഈ കാര്യം നിങ്ങൾ വീടുകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഒരിക്കലും കുളിക്കുന്ന ജലം കെട്ടി നിൽക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം ജലം കെട്ടി നിൽക്കുന്നത് അത് ദോഷകരമായി തീരും. നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ കുളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുളിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉത്സാഹം, പോസിറ്റീവായ ഊർജം നിങ്ങൾക്ക് നൽകും. പ്രധാനമായും ചെയ്യുന്ന പ്രവൃത്തികളിൽ, കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ കുളിക്കുന്നതായ അവസരത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് ഒരിക്കലും 8 മണിക്ക് കഴിഞ്ഞ് അഥവാ 8 മണിക്ക് ശേഷം കുളിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് 8 മണിക്ക് മുൻപ് കുളിക്കുന്നതാണ് ഏറ്റവും ശുഭം. 8 മണിക്ക് ശേഷം കുളിക്കുന്നത് രാക്ഷസ സ്നാനമാണ്. അതിനാൽ തന്നെ അതിന് മുന്നോടിയായി കുളിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിക്കുവാൻ സാധിക്കുന്നത് വിശേഷമാണ്. കുളിക്കാതെ പലരും ഇരിക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. അത് നിങ്ങളിൽ നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം. അതിനാൽ നിത്യവും അതിരാവിലെ തന്നെ കുളിച്ച് വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ നിത്യവും വിളക്ക് കൊളുത്തിയതിനു ശേഷം പുഷ്പങ്ങൾ അർപ്പിച്ചോ അതല്ല നാമം ജപിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ പോലും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രധാനമായും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും.